തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടിടത്തെ തീരുമാനമറിയാനാണ് കേരളം ഏറ്റവും വലിയ ആകാംക്ഷ വെക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റൊന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയും. രണ്ടിടത്തും BJP അധികാരത്തിലെത്തുമെന്നൊരു സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ തലസ്ഥാന നഗരം BJPയുടെ കുത്തകയാക്കും എന്നുറച്ച നിലപാടിൽ അവർ നിൽക്കുമ്പോൾ അധികാരം പിടിക്കാനായിട്ട് വേണ്ടത് വെറും ഒരു സീറ്റാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50 പിടിച്ചെടുത്ത BJPക്ക് ഇപ്പോൾ ഒരു സ്വതന്ത്രനെ കൂട്ടി ഭരണം നടത്താനാകുമെങ്കിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ഒരു വാർഡിൽ കൂടി അത് നടക്കുമ്പോൾ വീണ്ടും അതൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. അപ്പോഴാണ് കേരളത്തിലെ ഇന്ത്യ മുന്നണി തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകേണ്ടത്. ഈ രാജ്യത്തെ BJPയുടെ വളർച്ചയും അധികാരവും തടയാൻ വേണ്ടി 28ഓളം വരുന്ന പാർട്ടികൾ ഒന്നിച്ചപ്പോൾ അതിൽ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകാരും അടക്കം എല്ലാവരും ആ മുന്നണിയിൽ അണിചേർന്നിരുന്നു. BJPയെ മാറ്റി നിർത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, അതിനു മാത്രമാണ് ആ സഖ്യമെങ്കിൽ ഇവിടെയും വേണ്ടത് ഇന്ത്യ സഖ്യം തന്നെയാണ്. UDF-ഉം LDF-ഉം ചേർന്ന് ഒരു സ്വതന്ത്രനെ പിന്തുണക്കുക. തിരുവനന്തപുരത്ത് NDA ഭരണം പിടിക്കുമെന്ന വിധത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ അതിനിടയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടി കണ്ണമ്മൂല വാർഡിൽ വിജയിച്ചു വന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. 3 മുന്നണികളെയും അപരന്മാരെയും തറപറ്റിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ അട്ടിമറി വിജയം നേടുകയായിരുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി കൂടിയാലോചിച്ച് ഒരുമിച്ചാൽ ഈ രാജ്യത്ത് ആ പാർട്ടിയുടെ ലക്ഷ്യം തിരുവനന്തപുരത്ത് നിറവേറ്റാനാകും. അതിലും കേരളം ഒരു മാതൃകയാകും. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഇടത്തും ഒരു പൊതു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുമാകും. സമാനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയും. നിലവിൽ BJP 25 സീറ്റിലാണ് വിജയിച്ചത്. UDF 18ഉം LDF 9ലും ഒരു സ്വതന്ത്രനും വിജയിച്ചു. ആർക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയിൽ സ്വതന്ത്രന് പിന്തുണ നൽകിയാൽ 25-നെതിരെ 28ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ പാലക്കാടും ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാം. ഇതൊന്നുമല്ല കേരളത്തിൽ ഈ പാർട്ടികൾ നടത്താൻ പോകുന്നത് എങ്കിൽ ആ വാശിയിൽ ഇല്ലാതാകാൻ പോകുന്നത് ഇന്ത്യ മുന്നണി എന്ന ഇവരുടെ സങ്കല്പം കൂടിയാണ്. പാരടി ഗാനത്തിൻ്റെ പേരിൽ അലമ്പുണ്ടാക്കുന്നവർ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ മറന്നു പോകുന്നു എന്നുള്ളത് കഷ്ടം തന്നെയാണ്.